നിങ്ങൾ വീട്ടിലെ പാൽപ്പാത്രത്തിൽ നോക്കിയപ്പോൾ അതിൽ ഒരു തവള കിടക്കുന്നുണ്ട്. നിങ്ങൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ആ തവളനെ എടുത്ത് കളഞ്ഞ് ആ പാലും ഒഴിച്ച് കളയും. പക്ഷേ ആ തവള അതിൽ കടന്നുകൊണ്ട് പാലിൻ്റെ ഷെൽഫ് ലൈഫ് കൂടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അല്ലെങ്കിൽ ആ പാല് സ്പോയിലാവാനുള്ള ചാൻസസ് ഡ്രാസ്റ്റിക്കായിട്ട് കുറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ പണ്ട് ഫിൻലാൻഡിലും റഷ്യയിലും റെഫ്രിജറേറ്ററൊക്കെ വരുന്നതാണ് കുറേ മുന്നേ റാണ ടെമ്പറേറിയ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രൗൺ കളർ ഫ്രോഗിനെ അവരുടെ പാൽപ്പാത്രത്തിൽ ഇട്ടായിരുന്നു പാല് സ്പോയിലാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടായിരിക്കും പാല് സ്പോയിലാവാണ്ടിരിക്കുന്നത്? കാരണം നമുക്കൊക്കെ അറിയാം, ഒരുപാട് ബാക്ടീരിയാസ് ഉള്ള ചെളി വെള്ളത്തിൽ ഓടിക്കളിച്ച് നടക്കുന്ന ഒരു ജീവിയാണ് തവള. ഈ ബാക്ടീരിയാസ് തവളേനെ അറ്റാക്ക് ചെയ്ത് തവളേനെ കൊല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തവളയുടെ സ്കിന്നിൽ ഒരു കെമിക്കൽ ഫോം ചെയ്യും. ഈ കെമിക്കലിൻ്റെ പേരാണ് ആൻറ്റി മൈക്രോബിയൽ പെപ്റ്റൈഡ്. ഈ ആൻറ്റി മൈക്രോബിയൽ പെപ്റ്റൈഡ് ബാക്ടീരിയാസിനെ കൊന്നുകളയും. നമുക്കൊക്കെ അറിയാം പാൽ എന്തുകൊണ്ടാണ് കേടാവണത്? അതിൽ ബാക്ടീരിയ വളരുന്നത് കൊണ്ട്. ഈ തവളനെ അതിലിടുന്നതോട് കൂടി ഈ ആൻറ്റി മൈക്രോബിയൽ പെപ്റ്റൈഡ്സ് പാലിലുള്ള ബാക്ടീരിയാസിനെ കൊന്നുകളയും. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കഥയിലേക്ക് വരാം. നിങ്ങൾ വീട്ടിൽ പാൽ നോക്കിയപ്പോൾ അതിൽ തവള കിടക്കണം കേട്ടു. പക്ഷേ നിങ്ങൾ ആ പാൽ ഒഴിച്ച് കളയുന്നതാവും നല്ലത്. കാരണം അണ്ടർ സ്ട്രെസ്ഫുൾ കണ്ടീഷൻസ് തവള പാലിൽ മൂത്രം ഒഴിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇൻട്രസ്റ്റിംഗ് അല്ലേ?